ഹായ് ഫ്രണ്ട്സ്, ചെറിയ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയൊരു വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കിയാലോ ഇന്ന് നമുക്ക്. ക്യാരറ്റ് ആണ്, പിന്നെ പൊട്ടറ്റോ, പിന്നെ ചെറിയൊരു സ്വീറ്റ്നെസ്സിന് വേണ്ടി ഒരു ആപ്പിളും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ വേറെ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം. ബീട്രൂട്ട്, ബീൻസ് പോലുള്ള വെജിറ്റബിൾസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാനത് ആഡ് ചെയ്യാത്തത്. 2-3 ഐറ്റംസ് വെച്ചാണ് ഇപ്പോൾ വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ വെജിറ്റബിൾ റൈസ് നിങ്ങൾക്ക് ഒരു 7 monthsന് ശേഷം കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. ഒരു 6 months ആകുമ്പോൾ തൊട്ട് നിങ്ങളൊരു ക്യാരറ്റ് ആദ്യം ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കുക, ക്യാരറ്റ് മാത്രമായിട്ട്. പിന്നെ പൊട്ടറ്റോ കൊടുത്തു നോക്കുക. അങ്ങനെ ഓരോരോ വെജിറ്റബിൾസ് മാത്രം ഒരു ടൈമിൽ ഇങ്ങനെ കൊടുത്തു നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു വെജിറ്റബിൾ അല്ലെങ്കിൽ എന്തൊരു സാധനം ആയിക്കോട്ടെ, ആദ്യം കൊടുക്കുമ്പോൾ അലർജി ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യണം. ഒരു 4 days കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തിട്ട് അലർജി ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം അടുത്ത വെജിറ്റബിൾ ട്രൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഞാൻ എടുക്കുന്നത് പൊട്ടറ്റോ ആണ് കേട്ടോ. എൻ്റെ വലിയ പൊട്ടറ്റോ ആയതുകൊണ്ട് ഞാൻ ചെറിയൊരു പീസാണ് അതിൽ നിന്ന് എടുക്കുന്നത്. പൊട്ടറ്റോ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ചില ബേബീസ് ഗ്യാസി ബേബീസ് ആയിരിക്കും, ഗ്യാസ് പെട്ടെന്ന് ഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. പൊട്ടറ്റോ ഗ്യാസ് ഉള്ള ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ നിങ്ങളുടെ ബേബിയുടെ ഒരു നേച്ചർ അനുസരിച്ച് നിങ്ങൾ പൊട്ടറ്റോ ആഡ് ചെയ്യുക കേട്ടോ. പക്ഷെ പൊട്ടറ്റോ വെയിറ്റ് ഗെയിൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം കൂടിയാണ്, ഒരു വെജിറ്റബിൾ ആണ് പൊട്ടറ്റോ. അപ്പോൾ വെയിറ്റ് ഗെയിൻ നിങ്ങളുടെ കുട്ടിക്ക് വളരെ കുറവാണെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ ഫുഡ് ഡയറ്റിൽ പൊട്ടറ്റോ മസ്റ്റായിട്ടും ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് ഗ്യാസ് ഉണ്ട്, വെയിറ്റ് ഗെയിൻ ഇല്ല എന്നാണെങ്കിൽ ചെറിയൊരു എമൗണ്ട് പൊട്ടറ്റോ മാത്രം ആഡ് ചെയ്താൽ മതി. എൻ്റെ നിച്ചു ബേബിക്ക് ഇത്തിരി ഗ്യാസ് ബേബിയാണ്, അതുകൊണ്ട് ഞാൻ ചെറിയ എമൗണ്ടാണ് ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നത് ആപ്പിൾ ആണ്. ഒരു സ്വീറ്റ്നെസ്സിന് വേണ്ടിയാണ് ഞാൻ ചെറിയൊരു പീസ് ആപ്പിൾ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ വേറെ വെജിറ്റബിൾസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നല്ലൊരു പോഷകങ്ങൾ കിട്ടേണ്ട ഒരു സ്റ്റേജാണ്. അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ്, വെയിറ്റ് ഗെയിന്, പല്ലുണ്ടാകുന്നത്, ബോഡികളുടെ മസിൽസ്, എല്ലുകളുടെ വളർച്ചയൊക്കെ നടക്കുന്ന ഒരു സ്റ്റേജാണ് ഈ ഒരു പ്രായം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടത്ര കാൽഷ്യം, അയൺ, വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം കിട്ടേണ്ട ഒരു സമയമാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് ഇതൊക്കെ കിട്ടാൻ പറ്റുന്നത് ഇതുപോലുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പിന്നെ ധാന്യങ്ങൾ പോലെയുള്ള സാധനങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു റൈസ് കൊടുക്കുമ്പോൾ ഇപ്പം ഞാൻ എടുക്കുന്നത് ബ്രൗൺ റൈസ് ആണ്. നിങ്ങളുടെ വൈറ്റ് റൈസിലേക്ക് ഏറ്റവും ബെസ്റ്റ് ബ്രൗൺ റൈസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ റൈസിൽ നിന്നും വെയിറ്റ് ഗെയിനും ഉണ്ടാവാൻ ഏറ്റവും ബെസ്റ്റാണ്. അപ്പം അതുപോലെ ഫൈബർ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അങ്ങനെ പല ഐറ്റംസ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഈ വെജിറ്റബിളും കൂടി ആകുമ്പോൾ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനും പിന്നെ പല്ലൊക്കെ ഉണ്ടാവുന്ന സ്റ്റേജൊക്കെ ആയിരിക്കും ഈ സമയം എന്ന് പറയുന്നത്. പിന്നെ എല്ലുകളുടെ വളർച്ച, ഇതിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഫുഡാണ് ഈ വെജിറ്റബിൾ റൈസ്. കട്ട് ചെയ്തിരിക്കുന്ന വെജിറ്റബിൾസും പിന്നെ നമ്മുടെ മട്ട റൈസും കൂടി ഒരു കുക്കറിൽ ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വിസിൽ വെക്കുകയാണ് കേട്ടോ. വിസിലരിക്കാനായിട്ട് വച്ചിരിക്കുകയാണ് വേവാനായിട്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ചെറുപയർ റൈസിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു കുട്ടി എന്നോട് കമന്റ് ആയിട്ട് ചോദിച്ചതാണ് ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യേണ്ടി എന്നുള്ളത്. ഒരിക്കലും നിങ്ങൾ ഇതിലേക്ക് ഉപ്പൊന്നും ആഡ് ചെയ്യരുത്. ഉപ്പ്, പഞ്ചസാര, ഹണി പോലുള്ള ഐറ്റംസ് ഒന്നും നമ്മൾ 1 yearന് താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല കേട്ടോ. അവർക്കിപ്പോൾ ഇതിൻ്റെ ഒന്നും രുചി അറിയാത്തൊരു സ്റ്റേജാണ്. അപ്പോൾ ഇവർക്കിടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് ഇങ്ങനത്തെ സാധനങ്ങൾ ഒട്ടും നല്ലതല്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കഴിയുന്നതും കുട്ടികളുടെ ഫുഡിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ്. ഒരിക്കലും ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ ഇത് വെന്തിട്ടുണ്ട്. ഞാൻ ഇവൾക്ക് നന്നായിട്ട് മാഷ് ചെയ്താണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചിട്ടാണ് കൊടുക്കുന്നത്. നിങ്ങൾക്കിത് ഇത്തിരി വലിയ കുട്ടിയാണെങ്കിൽ നന്നായിട്ട് ഉടച്ച് കൈയും വെച്ച് തന്നെ ഉടച്ചിട്ട് ഇത് കുട്ടിക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇപ്പോൾ എൻ്റെ കുട്ടി ഇങ്ങനെ കൈയും വെച്ച് ഉടച്ചാൽ കഴിക്കില്ല, അതുകൊണ്ട് ഞാൻ നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ഉടഞ്ഞ പരുവത്തിലാണ് കേട്ടോ കൊടുക്കുന്നത്. ഫുഡിന്റെ കൺസിസ്റ്റൻസി ഓരോ കുട്ടിയെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് നിങ്ങളുടെ കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ. നിങ്ങൾ പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസും കുട്ടിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടും അവരൊന്നും കഴിക്കുന്നില്ല, ആ 2-3 സ്പൂൺ മാത്രമേ കഴിക്കുന്നുള്ളൂ എങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാനായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ചിലപ്പോൾ അവർക്ക് ഈ ഫുഡ് ഐറ്റം ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്.
നിച്ചുവിനെ ഞാൻ ആദ്യം റൈസിൽ കുറച്ച് ഗീ ഒഴിച്ച് മാത്രം കൊടുക്കുമായിരുന്നു. അത് അവൾക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അവൾ 2-3 സ്പൂൺ കഴിച്ചിട്ട് പിന്നെ കഴിക്കില്ലായിരുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് അവൾ പിന്നെയും കുറച്ചെങ്കിലും ഫുഡ് കഴിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡ് ഐറ്റമാണ് അവൾക്ക് കൊടുക്കാനായിട്ട്. കാരണം അവൾ നന്നായിട്ട് കഴിക്കും. ബാക്കിയുള്ള ഫുഡിനെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനത്തെ ഫുഡൊക്കെ അവൾ കഴിക്കും. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ ഗീ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കുട്ടിക്ക് ഗീ കൊടുക്കുന്നതെങ്കിൽ ഒരു 1 ഡ്രോപ്പൊക്കെ കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് അലർജി ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പിന്നീട് ഉള്ള ഫുഡിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഇതുപോലത്തുള്ള സ്പൂൺ ബോട്ടിലാണ് നിച്ചുവിന് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ നിച്ചു ഫുഡ് കഴിക്കാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയുണ്ട്. അപ്പോൾ ഞാൻ നിച്ചുവിന് ഫുഡ് കൊടുക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ഉള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തും കൂടി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, സി യു. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഉടൻ തന്നെ കാണാം. ബൈ.